പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യയുടെ പിന്തുണയോടുകൂടി താലിബാൻ പാകിസ്ഥാനുമേൽ കനത്ത പ്രഹരം തന്നെയാണ് ഏൽപ്പിക്കുന്നത്. അറിയാം അഫ്ഗാൻ അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. അതിനിടയിൽ തന്നെ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനിൽ ഉടലെടുക്കുന്നു. പാക് എന്ന ആ നശിച്ച രാജ്യം നെടുകെ പിളരുന്നൊരു കാഴ്ച കൂടിയാണ് കാണേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് മറ്റൊരു ഭീഷണിയായി ബംഗ്ലാദേശികളും മാറുകയാണ്. സൈന്യത്തെ നട്ടം തിരിച്ചുകൊണ്ടാണ് ബംഗാളിൻ്റെ ഭീഷണി ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അങ്ങനെ വേണ്ടാത്തടുത്തെടുത്ത് വെച്ചതുപോലെ ആയിപ്പോയി അസിം മുനീറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാനെ നിലവിൽ വ്യാപാര ആവശ്യങ്ങൾക്കായി അഫ്ഗാനിസ്ഥാൻ ആശ്രയിക്കുന്നത് പാടെ കുറച്ചിരിക്കുകയാണ്. അതിർത്തി അടച്ചുകൊണ്ട് പാകിസ്ഥാൻ പല തവണയായി അഫ്ഗാനിസ്ഥാനെ വെല്ലുവിളിച്ച സാഹചര്യത്തിലാണ് താലിബാൻ ഒരൊറ്റ തീരുമാനം കൈക്കൊണ്ടു. ഇനി പാകിസ്ഥാനെ ആശ്രയിക്കേണ്ടതില്ല, പരമാവധി ആശ്രയിക്കുന്നത് കുറയ്ക്കുക. കാരണം നമുക്ക് മറ്റൊരു നല്ല സുഹൃത്ത് ഡൽഹിയിൽ കാത്തിരിക്കുന്നുണ്ട്. അവരുമായി നമുക്ക് വ്യാപാരം ചെയ്യാവുന്നതാണ്. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ തന്നെയാണ് കുറച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ ഔദ്യോഗിക വ്യാപാരത്തിൻ്റെ ഏകദേശം 40% കൈകാര്യം ചെയ്തിരുന്ന തോർഖാം, ചാമൻ പോലുള്ള പ്രധാന അതിർത്തി ക്രോസിംഗുകൾ 2024 അവസാനം മുതൽ 2025 വരെ പലപ്പോഴായി അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇടയ്ക്കിടെ ആഴ്ചകളോളം അതിർത്തി അടച്ചിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനെ ഞെരുക്കാനും വരിഞ്ഞു മുറുകാനുമായി നടത്തുന്ന ഈ ശ്രമങ്ങൾ, ഈ ചെയ്തികൾ, അത് ശരിക്കും പാകിസ്ഥാന് തന്നെയാണ് തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. പാകിസ്ഥാൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തിനും പാകിസ്ഥാനെ ആവശ്യമില്ല. പാകിസ്ഥാന് തന്നെയാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതും ആവശ്യമായി വരുന്നതും. നിലവിൽ പച്ചക്കറിയിലും മറ്റും പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങളിലും ഗണ്യമായ നഷ്ടം അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കിയെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാൻ അത് മനസ്സിലാക്കി മറുപണി ആസൂത്രണം ചെയ്തു. അഫ്ഗാൻ ഉണക്കപ്പഴ വ്യാപാരികൾക്ക് പ്രതിമാസം ഏകദേശം $200 മില്യൺ നഷ്ടം സംഭവിച്ചു. എണ്ണ, ഗോതമ്പ്, മരുന്ന് എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിൽ അഫ്ഗാനിസ്ഥാനിൽ കാലതാമസം സംഭവിച്ചു. എന്നാൽ അതിന് തൊട്ടുപിറകെ ഇന്ത്യ നിർമ്മിച്ച ഇറാനിലെ ചബഹാർ തുറമുഖം വഴി താലിബാൻ ഒരു വ്യാപാരം ആരംഭിച്ചിരിക്കുകയാണ്. പുതിയൊരു ഇടനാഴി തുറന്നിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ നേട്ടമുള്ള വ്യാപാര ഡീൽ. പാകിസ്ഥാന് സ്വാധീനമില്ലാത്ത കൂടുതൽ കരുത്തുറ്റതും ബഹുദ്രുവ വ്യാപാര ശൃംഖല കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയുമായി പുതിയ വ്യോമബന്ധങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാഖിസ്ഥാൻ എന്നിവയുമായിട്ടുള്ള കരബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ മറ്റു പല പാരലൽ റൂട്ടുകളും താലിബാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ആയിരിക്കും ഇനി മുൻഗണന. പാകിസ്ഥാനെ പരമാവധി ഒഴിവാക്കി അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് താലിബാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബറിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമേറെ വഷളായിരിക്കുന്നു. 2 അതിർത്തി ക്രോസിംഗുകളും അനിശ്ചിതമായി അടച്ചുപൂട്ടി. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $3 ബില്യൺ ആയിരുന്നതിൽ നിന്നും 1/3 കുറഞ്ഞു. ഇപ്പോഴാകട്ടെ ഇന്ത്യ ഈ അവസരം കൃത്യമായി തന്നെ മുതലെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ താലിബാൻ ആശ്രയിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. ഒരു വിശ്വസ്ത സുഹൃത്ത് എന്ന രീതിയിൽ താലിബാൻ ഇന്ത്യയെ നോക്കിക്കാണുന്നുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെയാണെങ്കിൽ പോലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന സമീപനമുണ്ടാക്കുന്നു. ഭരണകൂടം ആരോ ആയിക്കൊള്ളട്ടെ, അഫ്ഗാനിസ്ഥാനിലെ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യൻ സമൂഹം നിലകൊള്ളുന്നത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഇറാനിലെ തുറമുഖം തന്നെയാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ ആശ്വാസമായിരിക്കുന്നത്. 2018 മുതൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഈ തുറമുഖം പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാന് നേരിട്ട് ഇന്ത്യൻ വിപണിയെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നൽകുന്നു. 2022 മുതൽ 1.5 ദശലക്ഷം ടൺ ഇന്ത്യൻ ഗോതമ്പും പയർവർഗ്ഗങ്ങളും അഫ്ഗാനിസ്ഥാനിലേക്ക് നാം കയറ്റി അയച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി അഫ്ഗാനിസ്ഥാൻ അറിയാം. അഫ്ഗാൻ ആകട്ടെ തിരികെ മാതളനാരങ്ങയും ഉണക്കമുന്തിരിയും ഒക്കെ ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ നഗരങ്ങളിലെത്തിക്കാൻ പരമാവധി പരിശ്രമിക്കുന്നുമുണ്ട്. താലിബാൻ അങ്ങനെ പാകിസ്ഥാന് കൊടുത്തത് അതിഭീകര തിരിച്ചടി തന്നെയാണ്. 2025 നവംബറിലെ ഇന്ത്യൻ സന്ദർശന വേളയിൽ വിസ ഇളവ്, വിമാന ചരക്ക് ചാർജ് കുറയ്ക്കൽ, പുതിയ ചരക്ക് വിമാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കാമെന്ന് വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ വടക്കൻ റൂട്ടുകൾ, അവിടെ വ്യാപാര വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ അഫ്ഗാനിസ്ഥാൻ തയ്യാറെടുത്തു. ഹൈരാദർ റെയിൽ ടെർമിനൽ, ടെർമസ് പാലം എന്നിവ വഴി ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ള അഫ്ഗാനിസ്ഥാന്റെ വ്യാപാരം $1.1 ബില്യൺ കടന്നിരിക്കുകയാണ്. 2025 അവസാനത്തോടുകൂടി അത് $2 ബില്യൺ എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം പാകിസ്ഥാന് തലവേദനയായി ബംഗ്ലാദേശ് മാറുകയാണ്. കാരണം ബംഗ്ലാദേശിനെ കുറിച്ച് പാകിസ്ഥാനിലെ സുരക്ഷാ ഏജൻസികൾ വളരെ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്.
ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള തീവ്രവാദ ഇടനാഴി ഇതുതന്നെയാണ് ഇവർക്ക് വെല്ലുവിളിയായിട്ടുള്ളത്. പാലൂട്ടി വളർത്തിയവർ തന്നെ തിരിഞ്ഞുകൊത്തുന്നു. എല്ലാ വർഷവും നൂറുകണക്കിന് ബംഗ്ലാദേശി തീവ്രവാദികൾ അവർക്ക് വളരെ എളുപ്പമെന്ന രീതിയിൽ കടന്നു പോകുന്നത് ഈ ഇടനാഴിയിലൂടെയാണ്. അവർ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറുന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തി തീവ്രവാദ സംഘടനകളിൽ ചേരുന്നു, തിരിച്ചെത്തി പാകിസ്ഥാന് തലവേദനയാകുന്നു. ഇതാണ് പാകിസ്ഥാന്റെ ആരോപണം. ഈ അടുത്തായി ഫൈസൽ ഹുസൈൻ എന്ന ബംഗ്ലാദേശി ദുബായിൽ ജോലി ചെയ്യുന്നുവെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തു. ഇതിനുശേഷം പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തിയ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനിൽ ചേരുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാനിൽ ബംഗ്ലാദേശി ഭീകരരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് അസിം മുനീർ തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ അസിം മുനീറിനും സംഘത്തിനും ഏറെ തലവേദനയായി ഇത് മാറുകയാണ്. നേരത്തെ 2025 സെപ്റ്റംബർ 26 ഖൈബർ പത്തുൻഖയിലെ കരക് ജില്ലയിൽ നടന്ന സൈനിക നടപടിക്കിടയിൽ ബംഗ്ലാദേശി പൗരനായിട്ടുള്ള ഫൈസൽ ഹുസൈൻ കൊല്ലപ്പെട്ടുവെന്ന് ഒരു റിപ്പോർട്ടിലൂടെ വായിച്ചെടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ സഹോദരൻ അർമാൻ മൃതദേഹം കൃത്യമായി തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ സർക്കാർ ഫിറ്റ്ന അൽ ഖവാരിജ് എന്ന് വിളിക്കുന്ന TTPക്ക് വേണ്ടി പോരാടി കൊല്ലപ്പെട്ട സ്ഥിരീകരിച്ച 4 ബംഗ്ലാദേശികളിൽ ഒരാൾ കൂടിയാണ് ഈ ഹുസൈൻ. TTPക്കും മറ്റ് തീവ്രവാദ സംഘടനകൾക്കും വേണ്ടി പോരാടുന്ന 2 ഡസനോളം ബംഗ്ലാദേശി പൗരന്മാർ ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടെന്നാണ് ബംഗ്ലാദേശിലെ കൗണ്ടർ ടെററിസം ആൻഡ് ട്രാൻസ് നാഷണൽ ക്രൈം യൂണിറ്റ് വ്യക്തമാക്കുന്നത്. 2023 ഈ പ്രവണത ആദ്യമായി ഉയർന്നു വന്നത്. ബംഗ്ലാദേശിലെ അധികാരികളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കിയ വിഷയം. മറ്റൊരു ബംഗ്ലാദേശി സ്വദേശിയായ 22 വയസ്സുള്ള സുബൈർ അഹമ്മദ് 2025 ഏപ്രിലായിരുന്നു കൊല്ലപ്പെട്ടതായി വിശ്വസിക്കുന്നത്. തെഹ്രീക്ക് താലിബാൻ പോലുള്ള പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്കായി ഡസൻ കണക്കിന് ബംഗ്ലാദേശി യുവാക്കൾ ഇത്തരത്തിൽ പോരാടുന്നു, ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് വിവരം. നേരത്തെ എന്താണോ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ചെയ്തിട്ടുള്ളത് അതിന്ന് പാകിസ്ഥാനിലേക്ക് സംഭവിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൻ തോതിൽ തന്നെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നു. ഇസ്ലാമിന്റെ പേരിൽ അവരെ ആകർഷിക്കുന്നു. മാത്രവുമല്ല കൈനിറയെ പണം നൽകി അവരെ ചേർത്ത് പിടിക്കുന്നു. മുഹമ്മദ് യൂനിസിന്റെ ഭരണകാലത്ത് ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും വിസകൾ എളുപ്പത്തിൽ ലഭിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരെ പരസ്പരം സന്ദർശിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നുണ്ട്. തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ബംഗ്ലാദേശ് സന്ദർശിക്കുന്ന നിരവധി തീവ്രവാദ റിക്രൂട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരക്ഷാ ഏജൻസികൾക്ക് അവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ വിസ ഇളവുകൾ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നത് തീവ്രവാദികൾക്കാണ്. അങ്ങനെ മറ്റ് രാജ്യങ്ങൾ വഴി പാകിസ്ഥാനിലേക്ക് മുൻപ് കടന്നുകൊണ്ടിരുന്ന തീവ്രവാദികൾ ഇന്ന് ശരിയായ മാർഗത്തിലൂടെ തന്നെ പാകിസ്ഥാനിലേക്ക്